കണ്ടതല്ലോ പടച്ചവരെ ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാ എത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര ജനാസയാണ് അവരുടെ എല്ലാം പോയല്ലോ വയനാടിന്റെ പരിസരങ്ങളല്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രിയമുള്ളവര് ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഇതുപോലെയുള്ള അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാവങ്ങളെ മറന്നു പോകരുത്, ആ പാവപ്പെട്ടവരെ മറന്നു പോകരുത്. നമ്മുടെ ദുആകളിൽ എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവരെ സർവ്വതും നഷ്ടപ്പെട്ടു പോയ പാവങ്ങള് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാവങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹു നിനക്കെന്ത് തന്നാലും അതിന് ഖൈറുള്ള മുസ്ലിമേ, അതിന് ഖൈറുള്ള മുസ്ലിമേ. കഷ്ടപ്പെടുന്നവരെ, പ്രയാസത്തിന്റെ നടുവില് കഴിയുന്നവരെ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റാ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്, ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. നാട്ടുകാര് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് തന്റെ കൂടപ്പിറപ്പുകളെ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കിണറ്റിലേക്ക് ആ കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസുഫ് നബിയും പറഞ്ഞത് ഈ ദിക്ർ പറഞ്ഞപ്പോഴാണ് അല്ലാഹു വിളിക്കുന്ന ജിബ്രീലേ, ജിബ്രീലേ യൂസുഫ് താഴെ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണം ജിബ്രീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം ഏതെന്നറിയുവോ? കിണറിന്റെ മുകളിൽ നിന്ന് കൂടപ്പുറപ്പുകൾ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ പാറയാണ്, ആ പാറയിലേക്ക് യൂസുഫ് നബി ചെന്ന് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ ഈ കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരികയാ. യൂസുഫ് നബിയെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ കിണറ്റിലൊരു പാറക്കഷ്ണത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് യൂസുഫിനെ സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള ഒരു ആയുധമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിങ്ങൾ പഠിച്ചു വെച്ചോ. അല്ലാഹു നിനക്കെന്ത് തന്നാലും അതിന് ഖൈറുള്ള മുസ്ലിമേ, അതിന് ഖൈറുള്ള മുസ്ലിമേ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? രോഗം പിടിച്ചവരെ, കഷ്ടപ്പെടുന്നവരെ, പ്രയാസത്തിന്റെ നടുവില് കഴിയുന്നവരെ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തരുന്നുണ്ടെങ്കിൽ നീ വിചാരിച്ചോണം ആർക്ക് നിന്നെ ഇഷ്ടമാണ്? ഈ ലോകം മുഴുവനും പടച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ അല്ല നിനക്ക് രോഗം തന്നത്.
അള്ളാഹു നിനക്ക് പരീക്ഷണം തരുന്നത്, അള്ളാഹു നിനക്ക് പ്രയാസം തരുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് അള്ളാഹു പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒറ്റ രാത്രി പനി പിടിച്ചത് ക്ഷമിച്ചതിന്റെ പേരിൽ ഒരേ ഒരു രാത്രി ഒരു പനി നിനക്ക് വന്നു. ആ പനി വന്നതിന്റെ പേരിൽ നീ ക്ഷമിച്ചാൽ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഒരു പനി പിടിച്ചതിന്റെ പേരിൽ, ആ പനി പിടിച്ചത് ഒറ്റ രാത്രി ക്ഷമിച്ച അതിന് കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ അന്ന് വരെ ചെയ്ത അള്ളാഹ് പാപം പൊറുക്കെങ്കിൽ പിന്നെ നമ്മളെക്കാളും വലിയ ഭാഗ്യവാൻ ആരാ ഉള്ളത്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പനി പിടിച്ചാൽ സ്വർഗം കിട്ടുമോ? അല്ല, ഒരു പനി പിടിച്ചതിന്റെ പേരിൽ അള്ളാഹു ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കുവോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്നെ സ്നേഹിക്കുകയാണ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുകയാണ്. രണ്ട്, അള്ളാഹു നിന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു അവിടെ നിന്ന് പുറത്തു തരികയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തിലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ 10 മണി 9:30 സമയം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇവിടെ ഇരുന്ന് വിയർക്കുകയാണ്. എങ്കിൽ ഇത് ഒരു ചാണ് മുകളിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ സീറ്റിന്റെ താഴെ നമുക്കിരിക്കാൻ പറ്റുന്നില്ല. കാല് തറയിൽ ചവിട്ടിയിരിക്കുമ്പോ കാലിന്റെ അടി ചൂടാവുകയാണ്. എങ്കിൽ നാളെ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ അല്ലാഹു നിന്റെ പ്രയാസങ്ങൾ മാറ്റി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പരലോകത്തെ രക്ഷപ്പെടുമെങ്കിൽ പിന്നെ നിനക്കെന്തേ വേണ്ടത്? പരലോകത്തെ രക്ഷപ്പെടുമെങ്കിൽ പ്രവാചകന്മാരും അല്ലാഹുവേ പ്രവാചകന്മാര് പോലും തലതാഴ്ത്തി നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കാത്ത പരലോകമുണ്ടല്ലോ. മനുഷ്യന്മാര് സ്വാർത്ഥരായി പോകുന്ന പരലോകമുണ്ടല്ലോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞത്, ആയിഷ, നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയാൽ നിനക്ക് രക്ഷമില്ല ആയിഷ. നിന്നെ ഒന്ന് സഹായിക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ട് ആയിഷ എന്ന മുത്തുനബി പോലും പറഞ്ഞു തന്ന ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ നിനക്ക് പ്രയാസമില്ല, അവിടെ നിനക്ക് ടെൻഷനില്ല, അവിടെ നിനക്ക് അല്ലാഹു രക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ക്യാൻസർ വരുമ്പോ കരയുന്നവര്, കൈകാലൊടിയുമ്പോ കരയുന്നവര്, അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോ വരുന്നവരോട് മുഴുവനും പരാതി പറയുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, റസൂലുള്ളാഹ് പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കാണാനുള്ള ഭാഗ്യവാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ, നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു സീറ്റ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടെ ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹമാ മകനോട്. എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കും, തന്റെ മോനുമായിട്ടേ പോകും. അങ്ങനെ വാപ്പായും മോനും തമ്മിൽ വലിയ സ്നേഹബന്ധം. അങ്ങനെ ഒരിക്കൽ യാത്രയ്ക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിൽ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊന്നുപോലെ നോക്കിക്കോണം കേട്ടാ, എന്റെ മോനെ നല്ലതുപോലെ നീ നോക്കിക്കൊള്ളണം. അവിടെ നിന്ന് യാത്ര പറഞ്ഞു ചുംബനം കൊടുത്തു പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പോയി. കുറച്ച് ദിവസം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മോന് പനി വരാൻ തുടങ്ങി. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അവിടെ നിന്നും പനി മാറുന്നില്ല. മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി, പനി കൂടാൻ തുടങ്ങി. ഭർത്താവാണെങ്കിൽ നാട്ടിലില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പനി കൂടി മരണപ്പെട്ടു പോയി. അവിടെ നിന്നും മരണപ്പെട്ടു. തന്റെ ചെറിയ മകൻ മരണപ്പെട്ടു.
അവിടെ നീ എന്ത് ചെയ്യണമെന്നറിയില്ല, ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല കുറെ നേരം കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, അല്ലാഹ് എനിക്ക് തന്ന എന്റെ പൊന്നുമോൻ മരിച്ചുപോയി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു സുലൈം ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. സ്വന്തം മകൻ മരിച്ചുപോയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി പറഞ്ഞ പെണ്ണിനോട്, ഉമ്മു സുലൈമിനോട് പ്രവാചകൻ പറഞ്ഞു, നീ ക്ഷമിക്ക്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ ക്ഷമിക്ക്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹനെ നീ സ്തുതിക്ക്, അൽഹംദുലില്ലാ പറ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അൽഹംദുലില്ലാ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം, ഭർത്താവ് നാട്ടിലില്ല, ഭർത്താവ് നാട്ടിലില്ല, വരുന്നത് വരെ കാത്തു നിൽക്കണോ നബിയെ, ഖബറടക്കണോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറടക്കാൻ. അങ്ങനെ തന്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു ഒരുക്കി അങ്ങനെ അവിടെ നിന്ന് ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഉമ്മു സുലൈം റളിയല്ലാഹു തആല ഒരു ദിവസം രാവിലെ ഇരുന്ന് വല്ലാത്ത പ്രയാസവാ. കാരണം നാളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ. എന്തു പറയും? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വല്ലാതെ കരച്ചലാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിറ്റേ ദിവസമുണ്ടല്ലോ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്ന മുഖത്തോടെ ഒരുങ്ങി വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു നിൽക്കുന്നു. അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ സലാമടക്കി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. ഉടനെ ചോദിക്കുന്നു, ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമോൻ എവിടെ പോയി? അവിടെ നിന്ന് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്, മരിച്ചെന്ന് പറഞ്ഞില്ല. കാരണം ഭർത്താവ് വീട്ടിലേക്ക് മാസങ്ങൾ കഴിഞ്ഞ് വരികയാണ്. മരിച്ചെന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ നെഞ്ചു പൊട്ടുമല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. വീടിന്റെ അകത്ത് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ പടച്ചവനെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുകയാണ്, ശാരീരികമായി ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ ഭർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാ. തൽഹ, ആരെങ്കിലും അമാനത്തായി ഒരു സാധനം നൽകിയാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ബുദ്ധിയുള്ള പെണ്ണെങ്ങനെയാണ്? അവിടെന്ന് ചോദിച്ചു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അമാനത്തായി ഒരു സാധനം നൽകി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, മണ്ടി പെണ്ണ്, ഏ ഉമ്മു സുലൈം, നിനക്കിതുവരെ അറിയില്ലേ അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമെന്ന്? അത് കൊടുക്കല് നിർബന്ധമാണല്ലോ. അതാ ഉമ്മു സുലൈം കരയുകയാണ്. അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈമിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അബൂ തൽഹ ചോദിക്കുന്നു, എന്തിനാ പെണ്ണെ നീ കരയുന്നത്? അവിടെ പറഞ്ഞു കൊടുത്തു, തൽഹ, അല്ലാഹ് അമാനത്തായി നമുക്കൊരു മകനെ തന്നല്ലോ, അവനെ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു തൽഹ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീഴുന്നത് പോലെയാണ്. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്ത പിടഞ്ഞ് താഴെ വീഴുകയാണ്. പടച്ചവനെ താങ്ങാ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റബ്ബേ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയുവോ? തന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. അവിടെ പറഞ്ഞു, ഇനി നീയുമായിട്ടൊരു ജീവിതം എനിക്കില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, കാരണമെന്താ? എന്റെ മകൻ മരിച്ച വാർത്ത ഇവള് മറച്ചു വെച്ചു നബിയേ, എനിക്ക് ഭക്ഷണം തന്നു നബിയേ, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ, ഇവളെന്നോട് മകൻ മരിച്ചു പോയ വാർത്ത പറഞ്ഞില്ല എന്ന് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി വിളിക്കുന്നു, തൽഹാ, നീ എത്ര വലിയ ഭാഗ്യവാനാ തൽഹാ, ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ അല്ലാഹു നിനക്ക് ഭാര്യയാക്കി തന്നില്ലേ. അല്ലാഹുവേ, ഉപ്പയക്കാലം വേദന ഉമ്മയ്ക്കല്ലേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് ഉമ്മയല്ലേ, പാല് കൊടുത്തത് ഉമ്മയല്ലേ. ഏതുമ്മയ്ക്കാ തന്റെ പൊന്നാര മകനെ മരിച്ചെന്ന് കേട്ടാ സഹിക്കാൻ കഴിയുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ശമിക്കബൂ തൽഹ, ശമിക്കബൂ തൽഹ, ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ തരും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഇവളെ എനിക്ക് വേണ്ട നബിയേ, കാരണം എന്റെ മകൻ മരിച്ച വാർത്ത വീട്ടിൽ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞില്ല, എനിക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി, ശാരീരികമായി ബന്ധപ്പെടാൻ എന്നെ കിടപ്പറയിൽ വിളിച്ചു നബിയേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് അല്ലാഹ് ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നില്ലേ, നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് തന്നില്ലേ, ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ടേ? ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ തരും, അല്ലാഹു അവനിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണി പോലും ആയില്ല, അതിനു മുമ്പേ മുത്തുനബി പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത് അവിടെ ഗർഭിണി പോലും ആയില്ല, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു മകനെ തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവും പ്രിയപ്പെട്ട ഭാര്യയും വീട്ടിലേക്ക് പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിൽ നിൽക്കുക. അവിടെ നിന്ന് വന്ന് പറഞ്ഞു, ഉമ്മു സുലൈം പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, പ്രസവിച്ചു, ആൺകുട്ടിയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്, പാല് കൊടുക്കരുത്. അവിടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്. ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ, അല്ലാഹു എനിക്ക് സമാധാനം നൽകി. ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ടല്ലോ. അല്ലാഹു എനിക്ക് പൊന്നുമോനെ നൽകി, പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഇതുപോലെ ഭാഗ്യമാർക്കാ. അല്ലാഹുവേ, ആ പൊന്നുമകന് അല്ലാഹുവിന്റെ പ്രവാചകന് ബാങ്ക് മിക്കാമത്തും കൊടുത്തു. ബാങ്ക് മിക്കാമത്തും മുത്തുനബിയാണ് ചെവിയിൽ കൊടുത്തത്. റബ്ബേ, അബ്ദുല്ലാ എന്ന് പേരിട്ടു, അബ്ദുല്ലാ എന്ന് പേരിട്ടു. ഈത്തപ്പഴമെടുത്തു വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ഈത്തപ്പഴം കുഞ്ഞിന്റെ വായിൽ മധുരം വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുല്ല ആരാ എന്നറിയോ? അബ്ദുല്ലയുടെ ചരിത്രം അറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അബ്ദുല്ല ഹാഫിളായി, അബ്ദുല്ല ഹാഫിളായി. അവിടുന്ന് പ്രായപൂർത്തിയായി, അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. അബ്ദുല്ലക്ക് 11 മക്കളുണ്ടായി. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ ഇല്ലാ യലമൽ ജസാ യലമൽ ബലാ. ഉമ്മു സുലൈം പറഞ്ഞ ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലമാ. അതുകൊണ്ട് മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. റബ്ബിനോട് ദുആ ചെയ്യണേ.